നമ്മള് സയന്റിഫിക് ഓഫീസറിന്റെ ഫിസിക്സിലെ ലേസർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ബേസിക്സ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ 2 ടൈപ്സ് ഓഫ് ലേസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റൂബി ലേസർ ആൻഡ് ഹീലിയം നിയോൺ ലേസർ. ഓക്കെ, സ്ക്രീന് വിസിബിൾ അല്ലേ? ഓക്കെ, റൂബി ലേസറിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റൂബി ലേസർ ആണ്. റൂബി ലേസറിൽ അലുമിനിയം ഓക്സൈഡ് Al3O3 ക്രിസ്റ്റൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് 0.05% ക്രോമിയം ഇമ്പ്യൂരിറ്റിയുമായിട്ട് ഡോപ്പ് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ 2 ടൈപ്പ് ഡോപ്പിംഗ് ഉണ്ട് ഇവിടെ. അതായത് റൂബി ക്രിസ്റ്റൽ എന്താന്നൊക്കെ പറഞ്ഞുതരാം. റൂബി ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രഷ്യസ് സ്റ്റോൺ ആണ്, പിങ്ക് കളറാണ്, അതിന്റെ എക്സാക്ട് പിങ്ക് കളറാണ് വരുന്നത്. അപ്പം Al2O3 എന്ന് പറഞ്ഞത് അലുമിനിയം ഓക്സൈഡ്. ഈ അലുമിനിയം ഓക്സൈഡിനെ നമ്മൾ 0.05% ക്രോമിയം ഇമ്പ്യൂരിറ്റി വെച്ചിട്ട് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പിങ്ക് കളറാണ്. 0.05% ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് കളറാണ് കിട്ടുക. ഇനി 0.5% ക്രോമിയം ആണ് യൂസ് ചെയ്ത് ഡോപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ കിട്ടും. എക്സാക്ട് റൂബി ലേസർ പിങ്ക് കളറിലാണ് പറയുന്നത്. ഓക്കെ, റൂബി എന്ന് പറഞ്ഞൊരു പ്രഷ്യസ് സ്റ്റോൺ ആണ്. അതിൽ നമ്മൾ അലുമിനിയം ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് ഡോപ്പിംഗ് അലുമിനിയം ഓക്സൈഡ് ക്രിസ്റ്റലിനെ ക്രോമിയം ഇമ്പ്യൂരിറ്റി യൂസ് ചെയ്തിട്ട് ഡോപ്പ് ചെയ്യുന്നു. ആ ക്രോമിയത്തിന്റെ അളവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കളറ് പറയുന്നത്. 0.05% ആണ് ക്രോമിയം യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് പിങ്ക് കളർ ആയിരിക്കും. 0.5% ആണെന്നുണ്ടെങ്കിൽ അതിന് റെഡ് കളറാണ് റൂബി ലേസർ ഉണ്ടാവും. ഓക്കെ, ഈ റൂബി ലേസർ അതായത് ക്രിസ്റ്റല്, ഈ അലുമിനിയം ഓക്സൈഡ് ക്രിസ്റ്റല് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ ഇവിടെ കാണാൻ കഴിയും. ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റല് സിലിണ്ട്രിക്കൽ റോഡിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് 5 സെന്റിമീറ്റർ ലെങ്ത്തും അതുപോലെ 0.5 സെന്റിമീറ്റർ ഡയമീറ്ററിലുമാണ്. എന്നിട്ട് ഒരു ക്വാർട്സ് ട്യൂബിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. പിന്നെ ഇവിടെ നമ്മളൊരു പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പവർ സോഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ വീന്ന് കാണിച്ചിട്ടുള്ളത്. പിന്നെ കപ്പാസിറ്റർ ആണ് അതിന്റെ തൊട്ട് മേലെ കാണുന്നത്. ഇത് നേരെ ഈ നമ്മളെ ഒരു റൂബി ക്രിസ്റ്റലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കൺഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളെ സിനോൺ ലാമ്പാണ്. ഓക്കെ, സിനോൺ ഫ്ലാഷ് ലാമ്പാണ് ഇവിടെ സ്പൈറൽ ട്യൂബായിട്ട് ഈ ക്വാർട്സ് ട്യൂബിനെ ഇങ്ങനെ വോണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് റൂബി റോഡ്. മനസ്സിലായോ? ഒന്നുമില്ല, ആദ്യം നമ്മളൊരു അലുമിനിയം ഓക്സൈഡ് ക്രിസ്റ്റലിനെ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനെ ഡോപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പിങ്ക് കളർ ആണെന്ന് പറയുമ്പോൾ 0.05% ക്രോമിയം ആയിട്ട് ഡോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് ഇതിന് ചുറ്റും ഒരു സിനോൺ ഫ്ലാഷ് ലാമ്പ് സ്പൈറൽ ട്യൂബായിട്ട് ഇങ്ങനെ വോണ്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെ സ്പൈറലായിട്ട് കാണിച്ചിട്ടുള്ളത്. ഐ തിങ്ക് ഇതാ ഈ കാണുന്നതാണ് സിനോൺ ഫ്ലാഷ് ലാമ്പ് സ്പൈറലി വോണ്ട് ചെയ്തത് കാണുന്നത്. എന്നിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. 3 കപ്പാസിറ്റേഴ്സ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ഈ കപ്പാസിറ്റർ നേരെ നമ്മളെ വോൾട്ടേജ് സപ്ലൈ അല്ലെങ്കിൽ പവർ സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് റൂബി ലേസർ. ഓക്കെ, അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സിനോൺ ഫ്ലാഷ് സ്പൈറൽ ട്യൂബ് വോണ്ട് ഓവർ ദ ക്വാർട്സ് ട്യൂബ് വിത്ത് ടെർമിനൽസ് കണക്റ്റഡ് ടു ദ ഡിസ്ചാർജ് വോൾട്ടേജ് സപ്ലൈ. End faces of the rod are polished well and the silvered such that the face is 100% reflectance and the over. അതായത് ഇതിന്റെ ഒരു സൈഡ് ഈ നമ്മളെ ക്രിസ്റ്റലിന്റെ വൺ സൈഡ് എന്താണ് ടോട്ടലി കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റിംഗ് ആണ്. ഈ പാർട്ട് 2 റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റിംഗ് ആണ്. ഈ റൂബി ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡ് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആണ്. ഓക്കെ, അതായത് ഈ എൻഡ് ഞാൻ മാർക്ക് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റിംഗ് ആണ്. അതുപോലെ ഈ ഒരു എൻഡ് എന്ന് പറഞ്ഞാല് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആണ്. ഓക്കെ,
ദെൻ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ 90-95%. ഓക്കെ, ഇവിടെ നമ്മൾ ആക്റ്റീവ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് റൂബി ക്രിസ്റ്റൽ ആണ്. റൂബി ക്രിസ്റ്റല് പിങ്ക് കളറാണ്. അതായത് പിങ്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു 0.05% ക്രോമിയം ഡോപ്പ് ചെയ്തിട്ടാണ്. ആക്റ്റീവ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് റൂബി ക്രിസ്റ്റൽ ആണ്. ഇതില് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നത് ക്രോമിയം, അതായത് മെറ്റാസ്റ്റേബിൾ ലെവല് ക്രോമിയത്തിനാണ് അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പമ്പിംഗ് മെക്കാനിസം നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞു. ആക്റ്റീവ് മീഡിയം എന്താണ്, പമ്പിംഗ് മെക്കാനിസം എന്താന്നൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. റൂബി ലേസറിൽ പമ്പിംഗ് മെക്കാനിസം ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ പമ്പിംഗ് മെത്തേഡ് ആണ്. അതായത് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് അവിടെ പമ്പിംഗ് നടക്കുന്നത്. കപ്പാസിറ്റേഴ്സ്, ഇതിന്റെ ബേസിക് വർക്കിംഗ് പറയുന്നതിന് മുമ്പ് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ കപ്പാസിറ്റർ ചാർജ് ചെയ്യും, പിന്നെ ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ ഈ പവർ സോഴ്സിലൂടെയാണ് ഇതിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കെ നടക്കുന്നത്. പിന്നെ ഈ സിനോൺ ഫ്ലാഷ് ലാമ്പിന്റെ ഈ ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മില്ലി സെക്കൻഡ്സിലാണ് ലാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ വർക്കിംഗ് പറയാം. ആദ്യം നമ്മൾ പവർ സോഴ്സ് ഓൺ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ് ആവും. പിന്നീട് അത് ഡിസ്ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഈ സിനോൺ ലാമ്പ് ആക്ടിവേറ്റ് ആകും. ഈ ആക്ടിവേറ്റ് ആകുന്ന ഒരു ഫ്യൂ മില്ലി സെക്കൻഡ്സിലാണ്. ഈ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം തന്നെ ഇത് മെഗാവാട്ട്സ് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത് ബ്ലൂ റേഡിയേഷൻസും പ്രൊഡ്യൂസ് ചെയ്യും, യെല്ലോ ഗ്രീൻ റേഡിയേഷൻസും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് ഇനി ബ്ലൂ റേഡിയേഷൻസ് എവിടെയാണ്, യെല്ലോ ഗ്രീൻ റേഡിയേഷൻസ് എവിടെയാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ബേസിക് വർക്കിംഗ്. എന്നിട്ട് ഈ റേഡിയേഷൻസ് ഈ രണ്ട് റിഫ്ലക്റ്റിംഗ് മിറേഴ്സിലും തട്ടിയിട്ട് പുറത്തേക്കാണ് നമ്മളെ ലേസർ ലൈറ്റ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്ത ഈ ഭാഗത്തിലൂടെ ലേസർ ലൈറ്റ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മളെ റൂബി ലേസറിന്റെ വർക്കിംഗ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ എനർജി ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. നമുക്കറിയാം എനർജി ഡയഗ്രാമത്തിൽ നമ്മളൊരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവും, പോപ്പുലേഷൻ ഇൻവേർഷൻ അറ്റൈൻ ചെയ്യും, ഫൈനലി സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴിയാണ് നമുക്ക് എന്ത് ലേസർ ബീം കിട്ടുന്നത്. അപ്പം ഇതിന്റെ ഒരു എനർജി ലെവൽ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ആദ്യം ഇനീഷ്യലി ഇതെന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. ദെൻ ഇത് പവർ ഓൺ ചെയ്ത് കപ്പാസിറ്റർ ചാർജ് ആവും, വീണ്ടും ഡിസ്ചാർജ് ആവും. ഈ സമയത്ത് ഗ്രൗണ്ട് ലെവലിലുള്ള ക്രോമിയം ആറ്റംസ് ഒക്കെ E4 ലെവലിലേക്ക് അല്ലെങ്കിൽ E2 ലെവലിലേക്ക് എക്സൈറ്റഡ് ആകും. E2 ലെവലിലേക്ക് എക്സൈറ്റഡ് ആകുന്നത് ബ്ലൂ കളർ റേഡിയേഷൻസ് ആണ്. ദെൻ വേറെ ഉള്ള ക്രോമിയം ആറ്റംസ് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് E1 ലെവലിലേക്കും എക്സൈറ്റഡ് ആകും. അപ്പം ഈ രണ്ട് ലെവലും എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഏതൊരു ആറ്റം ഒരുപാട് ടൈമിൽ നിൽക്കൂല. അതെന്ത് ചെയ്യും, അതിന്റെ ലോവർ ലെവലിലേക്ക് വരാനായിരിക്കും അതിന്റെ ടെൻഡൻസി. സോ അത് ഡീഎക്സൈറ്റ് ചെയ്യും. അപ്പം E2 ലെവലിലെയും E1 ലെവലിലെയും ആറ്റംസ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ വഴി എന്താണ് അതിന്റെ ലോവർ ലെവലിലേക്ക് അത് ട്രാൻസിഷൻ നടത്തുന്നുണ്ട്. അപ്പം E2 ലെവലിൽ നിന്നും E1 ലെവലിലേക്കും മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഇവിടെ കാണാൻ കഴിയും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പം ഈ ഒരു ലെവലിനെയാണ് നമ്മൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവർ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ ഹലോ എന്തെങ്കിലും പറഞ്ഞോ? ഹലോ ഓക്കെ, എന്നാ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. സിനോൺ ഫ്ലാഷ് ലാമ്പിലെ എനർജി അബ്സോർബ് ചെയ്തിട്ട് ക്രോമിയം ആറ്റംസ് E2 ലെവലിലേക്കും E1 ലെവലിലേക്കും ഫസ്റ്റ് അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് ആകുന്നു. ദെൻ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ക്രോമിയം ആറ്റംസ് ഒരുപാട് ടൈമിൽ അവിടെ നിൽക്കുന്നില്ല. ദെൻ ഡി എക്സൈറ്റേഷൻ വഴി മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഡി എക്സൈറ്റേഷൻ വഴി നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ആണ്, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അവര് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ എത്തുന്നു. ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലാണ് ഇവർ ഒരുപാട് ടൈം
നിൽക്കാനുള്ള ഒരു ചാൻസ്. ആ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ പോപ്പുലേഷൻ ഈ പ്രോസസ്സ് തന്നെ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? പോപ്പുലേഷൻ ഇൻവേർഷൻ അറ്റൈൻ ചെയ്യും. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹയർ ലെവലിൽ, അതായത് E1 ലെവലില്, ഹയർ ലെവലില് ഈ ഗ്രൗണ്ട് ലെവലിനേക്കാൾ കൂടുതൽ പോപ്പുലേറ്റഡ് ആകും. അതായത് കൂടുതൽ ആറ്റംസ് അക്യുമുലേറ്റ് ചെയ്യല് നമ്മളെ എക്സൈറ്റഡ് ലെവലിലായിരിക്കും, ഗ്രൗണ്ട് ലെവലിൽ കുറഞ്ഞ പോപ്പുലേഷൻ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു റിക്വയർമെന്റ് ആണ് നമ്മളെ ലേസർ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നത്. അങ്ങനെ പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി ഈ ആറ്റംസ് എല്ലാം ഡൗൺ സ്റ്റേറ്റിലേക്ക് വരും. അങ്ങനെ സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി നമുക്ക് ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ ഓക്കെ ഈ ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 694 നാനോമീറ്റർ അല്ലെങ്കിൽ 695 നാനോമീറ്റർ വേവ് ലെങ്തിലാണ്. മനസ്സിലായോ? ഹലോ, ഓഡിബിൾ അല്ലേ? ഇതാണ് ഒരു ഓക്കെ. അപ്പോ ഇത് ഒന്നും കൂടെ പറയണമെങ്കിൽ പറയാം. ആദ്യം നമ്മൾ സിനോൺ ഫ്ലാഷ്, നമ്മൾ പവർ സോഴ്സ് ഇതാ ഈ ഇതിൽ കണ്ട പവർ സോഴ്സ് ഓൺ ചെയ്യും. അങ്ങനെ കപ്പാസിറ്റർ ചാർജ് ആകും, കപ്പാസിറ്ററിന്റെ ഡിസ്ചാർജിങ് നടക്കും. അതിനുശേഷം ഈ സിനോൺ ഫ്ലാഷ് ലാമ്പിലുള്ള എനർജി, അത് എനർജി പ്രൊവൈഡ് ചെയ്യും. ഈ എനർജി അബ്സോർബ് ചെയ്തതിന് ശേഷം ക്രോമിയം ആറ്റംസ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും എക്സൈറ്റഡ് ലെവൽസ് ആയിട്ടുള്ള E2 ലെവലിലേക്കും E1 ലെവലിലേക്കും എത്തും. അങ്ങനെ ഇത് രണ്ടും എക്സൈറ്റഡ് ലെവലിലാണ്. ഒരിക്കലും ഏതൊരു ആറ്റംസും എക്സൈറ്റഡ് ലെവലിൽ ഒരുപാട് ടൈം അവിടെ നിൽക്കൂല. അതിനുശേഷം അവരെന്ത് ചെയ്യും? നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ വഴി മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ഡീഎക്സൈറ്റ് ചെയ്യും. By the de-excitation of the atoms from the metastable state, it produces laser of wavelength 695 nanometer or 694.3 nanometer. Then lasers are got in the form of pulses. നമുക്കൊരു പൾസസ് ആയിട്ടാണ് ലേസർ കിട്ടുന്നത് അല്ലെ? പൾസസ് ആവാൻ കാരണം ഇത് വീണ്ടും ഈ പ്രോസസ്സ് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടന്നാലേ കണ്ടിന്യൂസ് ബീംസ് കിട്ടുള്ളൂ. അപ്പൊ ഇത് നടക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അല്ലേ? ഈ പ്രോസസ്സ് നടക്കാൻ, ലേസർ ആക്ഷൻ നടക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പൾസസ് ആയിട്ട് അല്ലെങ്കിൽ സ്പൈക്ക് ആയിട്ട് ഇറഗുലർ മോഡിൽ നമുക്ക് ലേസർ ബീം റൂബി ലേസറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. മനസ്സിലായോ? സ്പോണ്ടേനിയസ് എമിഷൻ വഴിയാണ് അവസാനമായിട്ട് ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ കൊടുത്തിട്ടുണ്ട് 694.3 നാനോമീറ്റർ ആണ്. നമ്മളെ E1 E2 ലെവലിലാണ് എക്സൈറ്റഡ് ലെവൽ. ഡി എക്സൈറ്റേഷൻ സ്റ്റേറ്റ്സ് ഗോസ് ടു ദ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മളെ റൂബി ലേസറിന്റെ മെയിൻ വർക്കിംഗ് പറഞ്ഞത്. ഇത് ക്ലിയർ അല്ലേ? ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല മാം. ഓക്കെ, ഇനി ഇതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഈ റൂബി ലേസറിന്റെ ഒരു ബിഗ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫ് ടൈം ആണ്. അതായത് വിഡ്ത്ത് കുറവാണ്, പിന്നെ ഒരുപാട് വേറെ എക്സ്റ്റേണൽ സോഴ്സസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ലോങ് ലൈഫ് ടൈം അറ്റ് ദ നാരോ വിഡ്ത്ത്, കുറഞ്ഞ വിഡ്ത്ത് തന്നെ ഒരുപാട് ലൈഫ് ടൈം ഉള്ള ലേസർ സോഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. ദെൻ ഡീമെറിറ്റ്സ് പറയാം. നമ്മൾ പറഞ്ഞല്ലോ ഈ ഡി എക്സൈറ്റേഷൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഡ്യൂ ടു ഹീറ്റിംഗ് കൂളിംഗ് മെക്കാനിസം ഹാവ് ടു ബി എംപ്ലോയിഡ് ടു ദ ക്രിസ്റ്റൽ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്രിസ്റ്റൽ ഇങ്ങനെ ചൂടാവുകയാണ്. ഈ ഡി എക്സൈറ്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഇത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂളിംഗ് മെക്കാനിസംസ് പ്രൊവൈഡ് ചെയ്യണം, എങ്കിലേ നമുക്ക് വീണ്ടും ഒരു നോർമൽ ലേസിംഗ് ആക്ഷൻ നടക്കാൻ കഴിയുള്ളൂ. ഓക്കെ, പിന്നെ ഔട്ട്പുട്ട് കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞു. ഔട്ട്പുട്ട് എന്താണ്? പൾസസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പൾസസ് ആവാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. ആവാനുള്ള കാരണം എന്താണ്? ഇത് വീണ്ടും ആദ്യം ഇവിടെ നോക്കിയേ, വീണ്ടും ഒരു ലേസർ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോമിയം ആറ്റംസ് ഈ സിനോൺ ഫ്ലാഷ് ലാമ്പിലെ എനർജി അബ്സോർബ് ചെയ്തിട്ട് വീണ്ടും E2ലേക്ക് എക്സൈറ്റഡ് ആവണം, E1ലേക്ക് എക്സൈറ്റഡ് ആവണം. അവിടെ
വീണ്ടും നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ നടക്കണം, മെറ്റാസ്റ്റേബിളിൽ എത്തണം. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നിട്ട് E0 സ്റ്റേറ്റിലേക്ക് വരണം. എന്നാലാണ് ലേസർ ആക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ ലേസർ ആക്ഷൻ നടക്കാൻ അവിടെ ഒരു ടൈം എടുക്കുന്നുണ്ട്, ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ബീം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലേസർ ബീം നമുക്ക് കിട്ടാത്തത്. പൾസസ് അല്ലെങ്കിൽ സ്പൈക്ക് ആയിട്ടാണ് ലേസർ ബീം നമുക്ക് റൂബി ലേസറിന് കിട്ടുന്നത്. അപ്പൊ അതൊരു ഡീമെറിറ്റ് ആണ്. ഔട്ട്പുട്ട് ഈസ് നോട്ട് കണ്ടിന്യൂസ് ബട്ട് ഇന്റൻസ് ആണ്. ദെൻ ഇൻപുട്ട് എനർജി, നമ്മൾ കൊടുക്കുന്ന ആ സിനോൺ ഫ്ലാഷ് ലാമ്പിൽ കൊടുക്കുന്ന എനർജി നല്ല എനർജി കൊടുത്തിട്ടാണ് അതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇൻപുട്ട് എനർജി, വലിയൊരു ഇൻപുട്ട് എനർജി കൊടുത്താലേ നമുക്ക് ഇത്തരം ഒരു ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ ആണോ? ഇനി ഇതിന്റെ അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നോർമൽ ലേസറിന്റെ അപ്ലിക്കേഷൻസ് തന്നെ കട്ടിങ്, ഡ്രില്ലിംഗ്, റിമോട്ട് സെൻസിങ്, റേഞ്ച് ഫൈൻഡിങ്, ഇതിലൊക്കെ നമ്മൾ ഈ റൂബി ലേസർ യൂസ് ചെയ്യുന്നത് ഉണ്ട്. ഫോർ സർജറി ഇൻ ഒഫ്താൽമോളജി ആൻഡ് ഫോർ ജനറൽ ഡയഗ്നോസിസ് ആൻഡ് ഫോർ ലേസർ എന്റർടൈൻമെന്റ്സ്. ലേസർ നമ്മള് ഈ ലൈറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നതിലൊക്കെ ഈ നോർമൽ ലേസേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ റൂബി ലേസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് അപ്ലിക്കേഷൻസ് വരുന്നത്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റഡീസ്, റേഞ്ച് ഫൈൻഡിങ്, ഫോർ കട്ടിംഗ്, ഡ്രില്ലിംഗ്, ഫോർ റിമോട്ട് സെൻസിങ്, ഫോർ സർജറി ഇൻ ഒഫ്താൽമോളജി ആൻഡ് ഫോർ ജനറൽ ഡയഗ്നോസിസ്, ഫോർ ലേസർ എന്റർടൈൻമെന്റ്സ്. ഇത്രയാണ് അപ്ലിക്കേഷൻസ്. ഡീമെറിറ്റ്സും മെറിറ്റ്സും നമുക്ക് അതിൽ നിന്ന് തന്നെ പറയാം. കാരണം സ്പൈക്ക് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നോർമൽ ലേസർ ബീം കിട്ടണം. പിന്നെ കണ്ടിന്യൂസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ കൂളിംഗ് എഫക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇൻപുട്ട് എനർജി, വലിയൊരു പവർ സോഴ്സിൽ ഇൻപുട്ട് എനർജി കൊടുത്താലാണ് ഈ സിനോൺ ഫ്ലാഷ് ലാമ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഏതൊരു ലേസർ പഠിക്കുമ്പോഴും ആദ്യം സ്ട്രക്ചർ പഠിക്കുക. പിന്നെ അതിൽ ആക്റ്റീവ് മീഡിയം ഏതാണ്, പമ്പിംഗ് മെക്കാനിസം, പിന്നെ ലേസർ ആക്ഷന്റെ എനർജി ഡയഗ്രാം വെച്ചിട്ട് ലേസർ ആക്ഷൻ സ്ട്രക്ചർ ആദ്യം പഠിക്കണം. പിന്നെ കമ്പോണൻസ്, ആക്റ്റീവ് മീഡിയം, പമ്പിംഗ് മെക്കാനിസം, ദെൻ എനർജി ലെവൽ ഡയഗ്രാം. ഇവിടുത്തെ എനർജി ലെവൽ ഡയഗ്രാം ഇതാണ്. ദെൻ വർക്കിംഗ് ഈ എനർജി ലെവൽ ഡയഗ്രാം വെച്ചിട്ട് തന്നെ പറയാം. ദെൻ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അപ്ലിക്കേഷൻ. സോ റൂബി ലേസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഇനി നമുക്ക് ഒരു ഒറ്റ ഇതിൽ തന്നെ ഇതിൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് മീഡിയം ഏതാണ്, പമ്പിംഗ് മെക്കാനിസം, ഒപ്റ്റിക്കൽ റെസൊണേറ്റർ, ഇതെല്ലാം കൂടെ നമുക്ക് ഒറ്റ രീതിയിൽ ഈ ഒരു ബോക്സ് പഠിച്ചാൽ തന്നെ ലേസർ കംപ്ലീറ്റ് ആയി. പിന്നെ ഫിഗറും. ഓക്കെ. സോ ആക്റ്റീവ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് റൂബി ക്രിസ്റ്റൽ ആണ്. റൂബി ക്രിസ്റ്റൽ അതായത് അലുമിനിയം ഓക്സൈഡ് ഡോപ്ഡ് വിത്ത് 0.05 ക്രോമിയം 3+ അയോൺ, കട്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ, 5 cm ലെങ്ത്, 0.5 cm diameter. Okay. Metastable levels is obtained by chromium 3+ ions. Okay. Then pumping mechanism, xenon flash lamp wound over the crystal flashlight due to the discharge of the high volt from the capacitors. സിനോൺ ഫ്ലാഷ് ലാമ്പ് ആണ് പമ്പിംഗ് മെക്കാനിസം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ പമ്പിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞത് നമ്മൾ കൊടുക്കുന്നത് ഒരു ലൈറ്റ് അല്ലേ, അതുകൊണ്ടാണ് ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് രണ്ട് സൈഡിലും 2 മിറേഴ്സ് ഉണ്ട്. ടോട്ടലി റിഫ്ലക്റ്റിംഗ് ഉണ്ട്, പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ഉണ്ട്. പാർഷ്യലി റിഫ്ലക്റ്റിംഗിന്റെ സൈഡിൽ നിന്നാണ് നമുക്ക് ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ രണ്ടിടത്തും കൂടെ റിഫ്ലക്ഷൻ നടന്നിട്ട് ഈ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് സർഫസിലൂടെ ലേസർ ബീം പുറത്തേക്ക് വരുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. The end surface of the ruby rod made parallel, polished and silvered such that one end is 100% reflectance and the other one is partially reflecting. Then wavelength of the laser beam produced is 694.3 nanometer. Then output power 1 to 10 kilowatt. Okay, few 1 to 10. Then applications നമ്മൾ പറഞ്ഞു, റിമോട്ട് സെൻസിങ്, കട്ടിംഗ്, ഡ്രില്ലിംഗ്, അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻസ്. ഇതിൽ വേറെ സ്കിൻ ട്രീറ്റ്മെന്റിന്, പിന്നെ പ്ലാസ്മ പ്രൊഡക്ഷൻ, അത്രേ ഉള്ളൂ. റെറ്റിന സർജറി,
ഒരു 3 അപ്ലിക്കേഷൻസ് പഠിച്ചു വെച്ചാൽ ഇത് ക്ലിയർ ആണ്. ദെൻ മെറിറ്റ്സ് ഹൈ പവർ ആണ്, ലോങ് ലൈഫ് ആൻഡ് നാരോ വിഡ്ത്തിൽ തന്നെ ലോങ് ലൈഫ്, പിന്നെ ഹൈ പവർ എത്ര തന്നെ ആയാലും നമ്മൾ ഹൈ പവർ കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും ലോങ് ലൈഫ് ആയിട്ടുള്ള ഇന്റൻസ് ബീം ആണ് നമുക്ക് കിട്ടുന്നത്. ഡീമെറിറ്റ് ഔട്ട്പുട്ട് നോട്ട് കണ്ടിന്യൂസ് ആൻഡ് ഹീറ്റിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ക്രിസ്റ്റൽ ആൻഡ് ഹെൻസ് ടു ബി കൂൾഡ് ബൈ കൂളിംഗ് അറേഞ്ച്മെന്റ്സ്. ലാർജ് ഇൻപുട്ട് എനർജി ഈസ് നീഡഡ്. ഓക്കെ, ഇത്രയാണ് നമ്മളെ റൂബി ലേസർ. ഇത് ക്ലിയർ അല്ലേ? ഹലോ, ഓഡിബിൾ അല്ല? ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ലേസർ പറയാം. ഹീലിയം നിയോൺ ലേസർ. ഹീലിയം നിയോൺ ലേസറിന്റെ സ്ട്രക്ചർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹീലിയം നിയോൺ ലേസറിൽ ആക്റ്റീവ് മീഡിയം ഏതായിരിക്കും? ഓക്കെ, ഹീലിയം ഞാൻ പറയാം. ഹീലിയം നിയോൺ ലേസറിൽ അവിടെ ഒരു ലേസർ മീഡിയം ഉണ്ട്, ടോട്ടലി റിഫ്ലക്റ്റിംഗ് മിറേഴ്സ് ഉണ്ട്, പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറേഴ്സ് ഉണ്ട്, 2 ടൈപ്പ് സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ട്. ദെൻ ഇവിടെ നമ്മൾ ഹീലിയം നിയോൺ, അതായത് ഹീലിയം ആറ്റംസും അതുപോലെ നിയോൺ ആറ്റംസും എടുത്തിട്ടുള്ളത് 10:1 റേഷ്യോയിലാണ്. അതായത് 10 ഹീലിയത്തിന് 1 നിയോൺ, അങ്ങനത്തെ ഒരു രീതിയിലാണ് എടുത്തിട്ട്. അപ്പൊ നിയോണിന്റെ എമൗണ്ട് വളരെ കുറവാണ് ഹീലിയത്തിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. ഇവിടെ ഫ്യൂസ്ഡ് ക്വാർട്സ് ട്യൂബ് ഓഫ് ലെങ്ത് 10 സെന്റിമീറ്റർ ആൻഡ് 80 സെന്റിമീറ്റർ ആൻഡ് 0.2 സെന്റിമീറ്റർ ടു 0.8 സെന്റിമീറ്റർ ഡയമീറ്റർ. ഇവിടെ ഹീലിയം ആൻഡ് നിയോൺ ഗ്യാസസ് ഈസ് ഇൻ ദ റേഷ്യോ ഓഫ് 10:1. 10:1 ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ 10:1 റേഷ്യോ തന്നെ നമുക്ക് കാണാൻ കഴിയും 10 ഹീലിയത്തിന് 1 നിയോണ്. അപ്പോൾ ഹീലിയം ആണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പൊ ഹീലിയത്തിന്റെ ആക്ഷൻ ആണ് ഇവിടെ കൂടുതൽ, അത് വഴിയാണ് നിയോണിന് എനർജി കിട്ടുന്നതൊക്കെ. അത് ഞാൻ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. ഇതിന്റെ എൻഡ് പോയിന്റ് ക്ലോസ് ചെയ്ത് ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ അറ്റ് ദ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ 2 മിറേഴ്സ് ഉണ്ട്, ഒന്ന് പാർഷ്യലി റിഫ്ലക്റ്റിംഗ്, ദെൻ ദ അതർ വൺ ഇസ് ടോട്ടലി റിഫ്ലക്റ്റിംഗ്. പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഒരു ഹൈ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ, ഹൈ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു മെയിൻ സോഴ്സ് ഇല്ലേ, മെയിൻ ആക്റ്റീവ് മീഡിയത്തിൽ ഹീലിയം നിയോൺ ഗ്യാസിന്റെ മിക്സ്ചർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ബ്രൂസ്റ്റേഴ്സ് വിൻഡോ, സ്ഫെറിക്കൽ മിറേഴ്സ്, ഇത്രയാണ്. കോൺകേവ് മിറേഴ്സ് M1 കോൺകേവ് മിറേഴ്സ് M1 ആൻഡ് M2 ആർ പ്ലേസ്ഡ് ഐദർ സൈഡ് ഓഫ് ദ ട്യൂബ് ആൻഡ് ഡിസ്ചാർജ് സപ്ലൈ ഫീഡ് അറ്റ് ദ ഗ്യാസ് മിക്സ്ചർ ത്രൂ ദ ടെർമിനൽസ് T1 ആൻഡ് T2. അതായത് 2 മിറേഴ്സിന് M1 M2 എന്ന് കൊടുത്തു. സ്ഫെറിക്കൽ മിറേഴ്സിനാണ് ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ മിറേഴ്സ് അപ്ലൈ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്യാസ് മിക്സ്ചറിന്റെ, അതായത് ഹീലിയം നിയോൺ ഗ്യാസ് മിക്സ്ചറിന്റെ അടുത്താണ് വെച്ചിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ആക്റ്റീവ് മീഡിയം. ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ ഹീലിയം നിയോൺ ഗ്യാസിന്റെ മിക്സ്ചർ ആണ്. ദാറ്റ് ഇസ് ഇൻ ദ 10:1 റേഷ്യോ. 10:1 റേഷ്യോയിലാണ് ഡി എക്സൈറ്റേഷൻ ഫ്രം ദ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഓഫ് നിയോൺ ടേക്സ് പ്ലേസ് ഫോർ ലേസിംഗ് ആക്ഷൻ. അതായത് ലേസിംഗ് ആക്ഷൻ വഴിയാണ്, ഡി എക്സൈറ്റേഷൻ കാരണമാണ് ലേസിംഗ് ആക്ഷൻ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ആക്റ്റീവ് മീഡിയം. ദെൻ പമ്പിംഗ് മെക്കാനിസം. Then pumping mechanism, collision is the pumping mechanism. നമ്മൾ നേരത്തെ റൂബി ലേസറിൽ പറഞ്ഞത് ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ്. ഇവിടെ ഈ ഹീലിയം നിയോൺ ആറ്റംസ് 2 മിറേഴ്സ് ഉണ്ടല്ലോ, പാർഷ്യലി അതുപോലെ തന്നെ ടോട്ടലി റിഫ്ലക്റ്റിംഗ് മിറേഴ്സിൽ പോയി ഇങ്ങനെ തട്ടി തിരിച്ചു വരുന്ന സമയത്ത് ഈ ആറ്റംസിന് എന്താണ്, കൊളൈഡ് ചെയ്യും, പരസ്പരം കൊളൈഡ് ചെയ്യും. അപ്പൊ ഈ കൊളീഷൻ ആണ് എന്ത്, പമ്പിംഗ് മെക്കാനിസം ആയിട്ട് പറയുന്നത്. കൊളീഷൻ ഓഫ് ദ ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ് വിത്ത് ഹീലിയം ഹീലിയം ടു ദ ഹീലിയം ഹയർ എനർജി ലെവൽസ്. ഓക്കെ, അപ്പം ഹീലിയത്തിന്റെ എക്സൈറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എക്സൈറ്റ് ചെയ്തത് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു സ്റ്റാർ യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് നമ്മളെ ഇക്വേഷൻ.
ഓക്കെ. ഹീലിയം ആറ്റം ഒരു ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ഒരു ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തി. അതാണ് He സ്റ്റാർ കൊടുത്തിട്ടുള്ളത് പ്ലസ് E2. Okay, helium ions are accelerated under the discharge supply and collide inelastically with the neon atoms, and neon get excited to higher metastable സ്റ്റേറ്റ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ആക്ഷൻ നടക്കുന്നത് ഹീലിയത്തിൻ്റെതാണ്. കാരണം 10 ഹീലിയത്തിന് 1 നിയോൺ ആണ് എടുത്തത്. അപ്പം ആദ്യം ഈ ഹീലിയം ആറ്റംസ് ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യും. അങ്ങനെ ഈ എക്സൈറ്റ് ചെയ്തപ്പം ഈ ഹീലിയത്തിനെ നമ്മൾ He+, ഹീലിയം അല്ലെങ്കിൽ He സ്റ്റാർ ഡിനോട്ട് ചെയ്തു. അപ്പൊ ഇതിനൊരു ഹയർ എനർജി കിട്ടിയില്ലേ? ഈ എനർജിയാണ് നമ്മൾ നിയോണിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മനസ്സിലായോ? നിയോണിന് ആദ്യം തന്നെ എനർജി അബ്സോർബ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം നിയോൺ ഒരു നിയോൺ ഉള്ളൂ 10 ഹീലിയത്തിന്. അപ്പൊ ഈ ഹീലിയത്തിന്റെ എനർജിയാണ് നിയോണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ഈ നിയോണ് ഡി എക്സൈറ്റേഷൻ വഴിയാണ് നമ്മൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുന്നു. ദെൻ ഗ്രാജുവലി ഗോസ് ടു ദ ലേസർ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ലേസർ ആക്ഷൻ അവിടെ നടക്കുന്നു. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. അങ്ങനെ ഹീലിയം ഒരു ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തി. അത് നിയോണുമായിട്ട് കമ്പൈൻ ചെയ്തു. അപ്പൊ നിയോൺ Ne+He സ്റ്റാർ ആയി. ഈ ഇക്വേഷൻ നോക്കിയേ. ഓക്കെ, അത് Ne+He സ്റ്റാർ ആയി. എക്സൈറ്റഡ് ഹീലിയം പ്ലസ് നിയോൺ ആയി. ദെൻ നിയോണ് എക്സൈറ്റഡ് ആയി. അതാണ് Ne സ്റ്റാർ പ്ലസ് ഹീലിയം ആയത്. ഇനി ഒപ്റ്റിക്കൽ കാവിറ്റി റെസൊണേറ്റർ ആയിട്ട് കോൺകേവ് മിറേഴ്സ്, 2 മിറേഴ്സ് ഉണ്ട്. ഒന്ന് M1 100% റിഫ്ലക്റ്റിംഗ്, M2 പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആണ്. The material for the surface of the concave mirrors chosen is that 632.8 nanometer is amplified between M1 and M2. അതായത് ഇവിടെ വേവ് ലെങ്ത് 632.8 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ബീമിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കോൺകേവ് മെറ്റീരിയലിലുള്ള മിറർ ചൂസ് ചെയ്തിട്ടുള്ളത് എന്നാ പറഞ്ഞത്. ഇനി അപ്പൊ ഒപ്റ്റിക്കൽ മീഡിയം അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കാവിറ്റി റെസൊണേറ്റർ ആയിട്ട് 2 റിഫ്ലക്റ്റിംഗ് മിറേഴ്സ്, പമ്പിംഗ് മെക്കാനിസം ആയിട്ട് കൊളീഷൻ, ആക്റ്റീവ് മീഡിയം ആയിട്ട് ഹീലിയം നിയോൺ ഗ്യാസ് മിക്സ്ചർ. ഇത്രയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇതാണ് ഇതിന്റെ ബേസിക് കമ്പോണൻസ്. ഇനി കമ്മിങ് ടു ദ വർക്കിംഗ്, ഇത് ആദ്യം നമ്മളൊരു ഹൈ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം ആറ്റംസ് എക്സൈറ്റഡ് ആകുന്നു ആൻഡ് ഡി എക്സൈറ്റഡ് ആകുന്നു. ആദ്യം നമ്മളൊരു പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ആറ്റംസ് എക്സൈറ്റഡ് ആകുന്നു, വീണ്ടും ഡി എക്സൈറ്റഡ് ആകുന്നു. അങ്ങനെ ആണ് ഇതിന്റെ ലേസർ ആക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇവിടെ ലേസർ ആക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഹീലിയത്തിൻ്റെതും നിയോണിൻ്റെതും വേറെ വേറെ കാണണം. കാരണം ഹീലിയം നമ്മൾ പറഞ്ഞല്ലോ, ഹീലിയം നിയോൺ ഗ്യാസ് മിക്സ്ചർ ആണ് ഇവിടെ ആക്റ്റീവ് മീഡിയം ആയിട്ട് എടുത്തത്. അപ്പം ഫസ്റ്റ് ഈ ഇവിടെ കൊടുത്തിട്ടില്ലേ A1 A2 A3 എന്നുള്ളത് ഹീലിയത്തിൻ്റെതാണ്. അതുപോലെ B6 B4 B2 B1 ഇതൊക്കെ നിയോണിൻ്റെതാണ്. ഓക്കെ, ഫസ്റ്റ് ഈ ഹീലിയം ആറ്റംസ് ആണ് ഒരുപാടുള്ളത്. സോ ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ആകുന്നു. നമ്മൾ പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസും അയോൺസ് ഒക്കെ ആക്സിലറേറ്റ് ആകുന്നു. അവർ മൂവ് ചെയ്തിട്ട്, അതായത് ഈ ആക്റ്റീവ് മീഡിയത്തിലൂടെ മൂവ് ചെയ്തിട്ട് ഹൈ സ്പീഡിൽ ഓപ്പോസിറ്റ് ഇലക്ട്രോൺസിന്റെ അടുത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അങ്ങനെ അവർ കൊളൈഡ് ചെയ്യും. അതാണ് ഇവിടെ ഫസ്റ്റ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെ കൊളൈഡ് ചെയ്തിട്ട് എക്സൈറ്റഡ് ആകുന്നു. അത് എനർജി കിട്ടിയിട്ട് അവർ എക്സൈറ്റഡ് ആകുന്നു. ഈ എക്സൈറ്റ് ചെയ്ത എനർജി ഹീലിയത്തിനാണ് കിട്ടുന്നത്. ഈ ഹീലിയം അടുത്ത നിയോണ് ട്രാൻസ്ഫർ ചെയ്യുന്നു. മനസ്സിലായോ അല്ലേ? അതായത് ഞാൻ ഇതൊന്നും കൂടെ പറയാം. The accelerated electrons under discharge voltage collide with helium and helium excites to A2 and A3. First ഈ accelerated electrons collide ചെയ്തിട്ട് ഹീലിയം ആറ്റംസ് A2 A3 എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. പക്ഷെ അപ്പോഴും നിയോണിന് കിട്ടിയിട്ടില്ല. എന്നിട്ട് ഈ ഹീലിയം ആറ്റംസ് ആക്സിലറേറ്റ് ചെയ്യുന്നു. അവർ വീണ്ടും ഇലാസ്റ്റിക്കലി കൊളൈഡ് ചെയ്തിട്ട് നിയോൺ ആറ്റംസിനായിട്ട് ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണ് നിയോൺ ആറ്റംസ് എക്സൈറ്റഡ് ആകുന്നത്. അങ്ങനെ ഈ നിയോൺ ആറ്റംസ് B4ലേക്കും B6ലേക്കും എക്സൈറ്റഡ് ആകുന്നു. ഓക്കെ,
അങ്ങനെ ഇപ്പോ ഈ B4 അല്ലെങ്കിൽ B6 എന്ന് പറയുന്നത് അതുപോലെ തന്നെ A2 ഉം A3 യും B4 ഉം B6 ഉം സെയിം എനർജിയാണ്. ഹീലിയത്തിന്റെ A2 ഉം A3 യും നിയോണിന്റെ B4 ഉം B6 ഉം സെയിം എനർജിയാണ്. അപ്പോൾ ഇവര് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ നിയോൺ ആറ്റം ഇപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇത് ഈ B4ന്റെയും B6ന്റെയും ഇടക്കുള്ള ഒരു എനർജി ലെവലാണ് B5. അതുപോലെ B2ന്റെയും B4ന്റെയും ഇടക്കുള്ള ഒരു എനർജി ലെവലാണ് B3. ഇതിന്റെ ഗ്രൗണ്ട് ലെവല് B1 ആയിട്ടും നിയോണിന്റെ ഇതാണ് ബി വെച്ച് റെപ്രസെന്റ് ചെയ്തതെല്ലാം നിയോണിന്റെതാണ്, എ വെച്ച് റെപ്രസെന്റ് ചെയ്തതെല്ലാം ഹീലിയത്തിന്റേതാണ്. അപ്പം ഈ നിയോണിന്റെ ഗ്രൗണ്ട് ലെവലാണ് B1. പിന്നെ എങ്ങനെ എക്സൈറ്റേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ എനർജിക്ക് അനുസരിച്ചിട്ടുള്ള ലെവൽസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാല് ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്തിട്ട് എനർജി അക്വയർ ചെയ്തിട്ട് ഹീലിയം ആറ്റം A2 A3യിലേക്ക് എക്സൈറ്റഡ് ആകുന്നു. എന്നിട്ട് ഈ ഹീലിയം ആറ്റംസ് നിയോണിനായിട്ട് കൊളൈഡ് ചെയ്തിട്ട് നിയോൺ ആറ്റംസ് B4ലേക്കും B6ലേക്കും എക്സൈറ്റഡ് ആകുന്നു. പക്ഷെ ഒരിക്കലും ഒരു ആറ്റം അല്ലെങ്കിൽ ഏതൊരു ഗ്യാസ് മോളിക്യൂൾസും ആറ്റംസും അയോൺസും ഒന്നും ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരുപാട് സമയം നിൽക്കൂല, അല്ലേ? ഒരുപാട് സമയമൊന്നും നിൽക്കൂല. പക്ഷെ അത് ഡീഎക്സൈറ്റ് ചെയ്യാനാണ് അതിന് കൂടുതൽ ഒരു ടെൻഡൻസി ഉള്ളത്. അപ്പം B6ൽ നിന്നും ആറ്റംസ് എന്ത് ചെയ്യുന്നു? B5ലേക്ക് ഡീഎക്സൈറ്റഡ് ആകുന്നു. അവിടെ 3.39 മൈക്രോമീറ്റർ എനർജി റിലീസ് ചെയ്തിട്ടാണ്. അതുപോലെ B6ൽ നിന്നും B3ലേക്കും എന്താണ് ആറ്റംസ് ഡീഎക്സൈറ്റഡ് ആകുന്നു. പിന്നെ B4ൽ നിന്നും B3ലേക്കും ഡീഎക്സൈറ്റഡ് ആകുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് നമ്മൾ B3 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. B3 ആണ് നമ്മൾ ഇവിടുത്തെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ E4ഉം E6ഉം ആണ് നമ്മളെ B3 അല്ല, E4ഉം E6ഉം ആണ്, അല്ലെ? B4ഉം B6ഉം ആണ് ഇവിടുത്തെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഇപ്പൊ ഇവര് ഡീഎക്സൈറ്റഡ് ആയി, ഇവര് മെറ്റാസ്റ്റേബിളിൽ എത്തി ഡീഎക്സൈറ്റഡ് ആയി. ഡീഎക്സൈറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഡീഎക്സൈറ്റേഷൻ എപ്പോഴാണ് നടക്കുക? സ്പോണ്ടേനിയസ് എമിഷൻ വഴിയാണ്. അങ്ങനെയാണ് ഇവിടെ ലേസർ ആക്ഷൻ നടക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഇവിടുത്തെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ് B4ഉം B6ഉം ആണ്. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ പോപ്പുലേറ്റഡ് ആണ്, ഹൈലി പോപ്പുലേറ്റഡ് ആണ്. അപ്പൊ അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ ആണ് അവിടെ നടക്കുന്നത്. ഗ്രൗണ്ട് ലെവലിനേക്കാൾ പോപ്പുലേറ്റഡ് ആണ് B4ഉം B6ഉം. അവിടെ ഡീഎക്സൈറ്റേഷൻ നടക്കുന്നു. ഡീഎക്സൈറ്റേഷൻ ഈസ് ഒക്കറിങ് ആസ് എ റിസൾട്ട് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇവിടെ സ്റ്റിമുലേറ്റഡ് അല്ല, സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നത് 600 നാനോമീറ്ററിലാണ്. ദെൻ ഡീഎക്സൈറ്റേഷൻ ബൈ കൊളീഷൻ ആണ് നടക്കുന്നത്. അതായത് പൊട്ടൻഷ്യൽ കൊടുത്ത ഉടനെ ഈ ഹീലിയം ആറ്റംസ് എക്സൈറ്റഡ് ആകുന്നു. ഹീലിയം ആറ്റംസ് എക്സൈറ്റഡ് ആകുന്നത് ഡീഎക്സൈറ്റഡ് ആകുന്നു. ദെൻ ഹീലിയം നിയോൺ എനർജി കൊടുക്കുന്നു. അങ്ങനെ നിയോൺ ആറ്റംസും എന്താണ്? എക്സൈറ്റഡ് ആകുന്നു. നിയോൺ ആറ്റംസ് എക്സൈറ്റഡ് ആയ സ്റ്റേറ്റുകളാണ് B6ഉം B4ഉം. അതാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. അവിടെയാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുന്നത്. അങ്ങനെ ഡീഎക്സൈറ്റേഷൻ നടക്കുന്നു. ബൈ സ്പോണ്ടേനിയസ് എമിഷൻ ലേസർ ആക്ഷൻ ഈസ് ഒക്കേർഡ്. മനസ്സിലായോ? Yes, ma'am. Okay. So spontaneous emission occurs for atomic de-exciting from B3 to B2. അപ്പൊ B3 എന്ന് പറയുന്നത് തിൻലി പോപ്പുലേറ്റഡ് ആണ്. ആറ്റംസ് ഇൻ ദ ലെവൽ B2 de-excite to ground level by collision. Hence to make faster relaxation to ground state, the tube is made long and diameter small, which will result in the frequent collision of the excited atoms. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ ട്യൂബ് എന്താണ് നീളം കൂട്ടിയിട്ട് ഡയമീറ്റർ കുറച്ചിട്ട് ആക്കിയിട്ടുള്ളത്? അതിനുള്ള മെയിൻ റീസൺ എന്താണ്? നീളം കൂട്ടിയിട്ട് ഡയമീറ്റർ കുറയാന്ന് പറഞ്ഞാല് അവിടെ നീളം കൂടിയെന്ന് പറഞ്ഞാൽ പരസ്പരം ആ രണ്ട് റിഫ്ലക്റ്റിംഗ് മിറേഴ്സിൽ പോയി തട്ടിയിട്ട് ലേസർ ആക്ഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇതാ, a tube is made long and diameter small, which will result to frequent collision
frequent collision by excited atoms with walls. സോ ഇത്രയാണ് നമ്മളെ ഹീലിയം നിയോൺ ലേസറിന്റെ വർക്കിംഗ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മെറിറ്റ്സ് പറയാം. ഓക്കെ, നമ്മൾ ഇത് പറയുമ്പോ ഈ എനർജി ലെവലില് പറയുമ്പോ ഇതിൽ കൊടുത്തിട്ടില്ല ഹീലിയത്തിന്റെയും നിയോണിന്റെയും. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ പഠിച്ചാൽ മതി. കാരണം ഹീലിയം ടു നിയോൺ റേഷ്യോ 10:1 ആണ്. 10 ഹീലിയത്തിന് 1 നിയോണ്. അപ്പം ഒബ്വിയസ്ലി എനർജി അബ്സോർബ് കൂടുതൽ ചെയ്യ ഹീലിയം ആയിരിക്കും. നിയോൺ അങ്ങനെ ഒരു നിയോൺ ആയതുകൊണ്ട് അതിന്റെ എനർജി അബ്സോർബ് ചെയ്തത് അവിടെ ഒരു കാണപ്പെട്ടതായിട്ട് ഒരു വലിയൊരു വാല്യൂ ആയിട്ട് കാണൂല. അപ്പം ഹീലിയം എനർജി അബ്സോർബ് ചെയ്യുന്നു, അത് എക്സൈറ്റഡ് ആകുന്നു, അത് നിയോൺ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കൊളൈഡ് ചെയ്തിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ നിയോണും എക്സൈറ്റഡ് ആകുന്നു. അങ്ങനെ അവരൊരു മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റിൽ എത്തുന്നു. മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുന്നു. ദർ ബൈ സ്പോണ്ടേനിയസ് എമിഷൻ ലേസർ ആക്ഷൻ നടക്കുന്നു. ഇത്രയാണ് വർക്കിംഗ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മെറിറ്റ്സ്, നമ്മളെ ഹീലിയം നിയോൺ ലേസറിന്റെ മെറിറ്റ്സ് ആണ് പറയുന്നത്. നാരോ ലൈൻ വിഡ്ത്ത് ആണ്. നമ്മൾ പറഞ്ഞു വിഡ്ത്ത് കുറച്ചിട്ട് ഒരുപാട് നീളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം സ്റ്റേബിൾ ഫ്രീക്വൻസിയിൽ നമുക്ക് ലേസർ ബീം കിട്ടാൻ കഴിയും. പിന്നെ കൊളീഷൻ കൂടുതൽ നടക്കും. കൊളീഷൻ കൂടുതൽ നടന്നാൽ അവിടെ പമ്പിംഗ് മെക്കാനിസം കൂടുതൽ നടക്കുന്നു, ലേസർ ആക്ഷൻ കൂടും. ഓക്കെ, ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. പിന്നെ അതുപോലെ യൂസ്ഡ് ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ വിത്തൗട്ട് എനി കൂളിംഗ് മെക്കാനിസം. നമ്മൾ നേരത്തെ റൂബി ലേസറിൽ പറഞ്ഞു അവിടെ എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ക്രിസ്റ്റലിന് നമ്മൾ നിരന്തരം കൂളിംഗ് എഫക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഡീമെറിറ്റ് ആയിട്ട് അവിടെ പറഞ്ഞത്. ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താലും ഹീറ്റ് ഒന്നും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ കൂളിംഗ് മെക്കാനിസം ഒന്നും അങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ, കണ്ടിന്യൂസ് ആൻഡ് പൾസ്ഡ് ഫോം ഓഫ് റേഡിയേഷൻസ് ആണ് ലേസർ ബീം. നമുക്ക് നേരത്തെ കിട്ടിയത് സ്പൈക്ക് ആയിരുന്നു. ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് റേഡിയേഷൻസ് ആണ് കിട്ടുന്നത്, കണ്ടിന്യൂസ് ആൻഡ് പൾസ്ഡ് ഫോം. സോ ഈ റൂബി ലേസറിനെക്കാളും ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്. പിന്നെ റൂബി ലേസറിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറയായിരുന്നു. റൂബി ഒരു പ്രഷ്യസ് സ്റ്റോൺ ആണ്. അപ്പൊ അത് വാസ്റ്റ് ആയിട്ട് അങ്ങനെ അവൈലബിൾ ആവൂല, നമുക്ക് റെഡിലി അവൈലബിൾ ആവൂല. അപ്പം അതൊരു ഡിമെറിറ്റ് ആയിട്ട് പറയാം. അപ്പോ പിന്നെ മെറിറ്റ്സ് ഇതിന്റെ ഇതാണ്: നാരോ ലൈൻ വിഡ്ത്ത് ആൻഡ് സ്റ്റേബിൾ ഫ്രീക്വൻസി, ലീനിയർലി പോളറൈസ്ഡ്, യൂസ്ഡ് ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ വിത്തൗട്ട് എനി കൂളിംഗ് മെക്കാനിസം, കണ്ടിന്യൂസ് ആൻഡ് പൾസ്ഡ് ഫോം. ഇനി ഡീമെറിറ്റ്, ലോ പവർ ആണ്. 1 to 50 മെഗാവാട്ട്, മെഗാ അല്ല മൈക്രോ വാട്ടിലാണ് വരുന്നത്. ലോ എഫിഷ്യൻസി ആണ്. നമ്മൾ എപ്പോഴും ഏതൊരു ഡിവൈസും യൂസ് ചെയ്യുന്ന ഹൈ എഫിഷ്യൻസി ഉള്ള ഡിവൈസ് യൂസ് ചെയ്താലാണ് അത് മോർ റിസൾട്ട് കിട്ടുക. ബട്ട് ഹീലിയം നിയോൺ ലേസർ ലോ എഫിഷ്യൻസി ആണ്. ഒരുപാട് കറണ്ട് കൊടുത്താൽ, ഒരുപാഡ് പവർ സപ്ലൈ കൊടുത്താൽ കുറച്ചേ കിട്ടുന്നുള്ളൂ. അതാണ് ലോ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാർകോഡ് റീഡിംഗ് ആണ്. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്ന ബാർകോഡ് റീഡിംഗ്, അവിടെയും ഒരു ലേസർ ആണ്. അവിടെ ഹീലിയം നിയോൺ ലേസർ ആണ് യൂസ് ചെയ്യുന്നത്. ബാർകോഡ് റീഡിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്. സർവേയിങ് ആൻഡ് ഇന്റർഫെറോമീറ്റർ മെഷർമെന്റ്സിന് യൂസ് ചെയ്യുന്നു. ഫോർ ടെസ്റ്റിംഗ് സർഫസ് ഫ്ലോസ് ആൻഡ് റഫ്നെസ്, ഒരു സർഫസിന്റെ റഫ്നെസ്, അതായത് സ്മൂത്ത് ആയിട്ടുള്ള പ്രതലമാണോ റഫ് സർഫസ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹീലിയം നിയോൺ ലേസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞാലും മതി, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ റെക്കോർഡിംഗ് ആൻഡ് പ്ലേയിങ് ഓഫ് ഹോളോഗ്രാംസ്, ദെൻ ഒഫ്താൽമോളജി, ദെൻ ലാബ് ടു പ്രൊഡ്യൂസ് ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. നമ്മൾ ഫിസിക്സ് ലാബിൽ ചെയ്യുന്ന ഇന്റർഫറൻസും ഡിഫ്രാക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന അവിടെ ലേസർ ബീം ഹീലിയം നിയോൺ ലേസർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ഒക്കെ അപ്ലിക്കേഷൻസ് ചോദിച്ചാല് കുറെയൊക്കെ നമുക്ക് കോമൺ ലേസറിന്റെ അപ്ലിക്കേഷൻസ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പറഞ്ഞാൽ തന്നെ മതി. പിന്നെ ഓരോന്നും ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് പഠിക്കണം എന്നില്ല. മെയിൻ ആയിട്ട് ലേസർ ആക്ഷൻ ആണ്. ഓരോന്നിന്റെ ലേസർ ആക്ഷൻ, എനർജി ലെവൽ ഡയഗ്രാം, അതിന്റെ സ്ട്രക്ചറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ഐഡിയ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഹീലിയം നിയോൺ ലേസറിനെ ഒരു ബോക്സിലാക്കിയിട്ട് ഇതിന്റെ റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് മീഡിയം നമ്മൾ പറഞ്ഞു ഹീലിയം നിയോൺ ഗ്യാസ് മിക്സ്ചർ ആണ്. ഇറ്റ് ഈസ് ടേക്കൺ ഇൻ ദ റേഷ്യോ ഓഫ് 10:1.
Then lacing action between neon lasers, gas mixture taken in long, narrow 80 centimeter to 1 centimeter diameter quartz tube with ends closed by transparent material at the Brewster's angle. ഇത്രയൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ഹീലിയം നിയോൺ ഗ്യാസ് മിക്സ്ചർ ആണ് അതിന്റെ ആക്റ്റീവ് മീഡിയം. ഇനി പമ്പിംഗ് മെക്കാനിസം നമ്മൾ പറഞ്ഞു കൊളീഷൻ ആണ്. ഡിസ്ചാർജ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ കപ്പാസിറ്റർ ഇല്ല, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അയോൺസ് ഗെറ്റ് ആക്ടിവേറ്റഡ് ആകുന്നു, അവര് പരസ്പരം പോയിട്ട് കൊളൈഡ് ചെയ്യുന്നു, അങ്ങനെ എക്സൈറ്റഡ് ലെവലിലേക്ക് പോകുന്നു. സോ ഡിസ്ചാർജ് വോൾട്ടേജ് അപ്ലൈഡ് ഇൻ ദ ഗ്യാസ് മിക്സ്ചർ എക്സൈറ്റ് ഹീലിയം ആറ്റംസ് ആൻഡ് എക്സൈറ്റഡ് helium atoms collide inelastically with the neon atoms. Neon atoms are excited to metastable states. ഇത് പഠിച്ചാൽ തന്നെ മതി. ഓക്കെ. വേവ് ലെങ്ത് 3.39 മൈക്രോമീറ്റർ, 1.15 മൈക്രോമീറ്റർ ആൻഡ് 632.8 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത്. ഈ ഫസ്റ്റത്തെ ഈ രണ്ട് വേവ് ലെങ്ത് പഠിച്ചിട്ടില്ലെങ്കിലും 632.8 നാനോമീറ്റർ യൂഷ്വലി വർക്കിംഗ് എന്ന് പറഞ്ഞാൽ റെഡ് ലൈറ്റ് ആണ്. ഓക്കെ. പവർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ. ഒപ്റ്റിക്കൽ റെസൊണേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിൽ കാണിച്ചില്ലേ, ഈ രണ്ട് മിറേഴ്സ് അല്ലെ, അത് സ്ഫെറിക്കൽ മിറേഴ്സ് ആയിട്ടാണ് ഒപ്റ്റിക്കൽ റെസൊണേറ്റർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒപ്റ്റിക്കൽ റെസൊണേറ്റർ mirrors that is concave placed on either side of the tube, one and 100% reflectance and other one 95% reflectance. That is partially reflecting എന്ന് പറഞ്ഞാൽ മതി. Applications: barcode reading, holography, then in interferometry. Then merits continuous laser beam ആണ്, highly monochromatic, demerits low power ആണ്. സോ ഇത്രയാണ് നമ്മളെ ഹീലിയം നിയോൺ ലേസർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് ടൈപ്പ് ഓഫ് ലേസേഴ്സ് ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ ഇതിൽ ഈ രണ്ട് ലേസർ, ഏത് ലേസർ പഠിക്കുകയാണെങ്കിലും ആദ്യം സ്ട്രക്ചർ, ആക്റ്റീവ് മീഡിയം, പമ്പിംഗ് മെക്കാനിസം, ഒപ്റ്റിക്കൽ റെസൊണേറ്റിംഗ് കാവിറ്റി, ദെൻ അതിന്റെ വർക്കിംഗ്, എനർജി ലെവൽ ഡയഗ്രാം, ദെൻ ഡിമെറിറ്റും മെറിറ്റും നമുക്ക് അതിന് തന്നെ കിട്ടും. പിന്നെ അപ്ലിക്കേഷൻസ് ഒരുവിധം എല്ലാ ലേസറിന്റെ അപ്ലിക്കേഷൻസ് എഴുതി വെച്ചാൽ തന്നെ മതി. വേവ് ലെങ്ത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ അത്രേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഒന്നുമില്ലല്ലോ? ഞാൻ നോട്ട്സ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. സോ താങ്ക് യു. താങ്ക് യു മാം.